എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോണത് നമ്മുടെ വീറ്റ് പൊറോട്ടയാണ്, അതായത് ഗോതമ്പ് പൊറോട്ട. അപ്പോൾ സാധാ മൈദ കൊണ്ടുള്ള പൊറോട്ടയ്ക്ക് നമ്മൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് ആ ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പാല്, ഒരു മുട്ട, ഒരു അര ഗ്ലാസോളം പാല്, മുട്ട, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കറിയാമല്ലോ എത്ര ഉപ്പ് വേണ്ടിവരും നമ്മുടെ കൈക്കണക്കിന്. എൻ്റെ ഒരു കൈക്കണക്കിന് എത്ര ഉപ്പ് വേണിച്ചാൽ അത്ര ഉപ്പ് എടുത്തു. കുറച്ച് പഞ്ചസാര, അതുപോലെ കുറച്ച് എണ്ണ. നമുക്കൊരു മയം വരാൻ വേണ്ടിയിട്ടാണ് ഈ പൊറോട്ടയ്ക്കൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ, അതുപോലെ ആവശ്യത്തിന് വെള്ളം, അതായത് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം, അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കുക. നല്ല മയം വരണ വരെ കുഴച്ചെടുക്കുക. നമുക്ക് ചപ്പാത്തിക്കാട്ടിലും ഒന്നും കൂടി മയം വേണം നമ്മൾ വീറ്റ് പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായി കുഴച്ച് നമുക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആവും, നല്ല പ്ലഫി പോലെ ഇരിക്കും അത്. എന്നിട്ടൊരു ഞാനിവിടെ 4-5 മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് അത് അടിച്ച് നമ്മൾ റോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയിട്ട് ചുട്ടെടുക്കുക. ചുട്ടെടുക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫ് പൊറോട്ട നമുക്ക് കിട്ടും. അപ്പോൾ ടേസ്റ്റിയാണ്. സാധാ മൈദ പൊറോട്ടയെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ ഗോതമ്പല്ല യൂസ് ചെയ്യണത്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഞാനിന്നിവിടെ പൊറോട്ടയുടെ കൂടെ പനീർ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിച്ച